ഇനി നമുക്ക് കുറച്ച് മാറ്റർ ടൈപ്പ് ചെയ്ത് ഒരു പാരഗ്രാഫിന്റെ ലേഔട്ട് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. നെയിം ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് 35 to 40 meters. ഇവിടെ നമ്മൾ ഒരു ലൈൻ ഏകദേശം നമ്മുടെ മാർജിന് എൻഡ് ആയിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ അടുത്ത ലൈനിലേക്ക് പോകുന്നതിന് വേണ്ടി എൻ്റർ കീ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത സ്പേസ് ഇടുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വേർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അടുത്ത ലൈനിലേക്ക് മുറിഞ്ഞു വരുന്നതാണ്. നമുക്ക് പാരഗ്രാഫ് അടിക്കേണ്ടി വരുമ്പോൾ മാത്രമേ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ എല്ലാം ഓരോ പാരഗ്രാഫായിട്ട് കണക്കാക്കുകയും നമുക്ക് അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട്. 115 131 ഫീറ്റ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ചൈന ബെറി ബ്രാക്കറ്റിൽ മെലിയ അസീഡർ ഇവിടെ ഡി ആവശ്യമില്ല, ഞാനിവിടെ ഡിലീറ്റ് കളയുന്നു. നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് വേണം അടുത്ത മാറ്റർ അല്ലെങ്കിൽ അടുത്ത പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാൻ. ദി ഓപ്പോസിറ്റ്. ഇവിടെ രണ്ടാമത്തെ പാരഗ്രാഫും അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമ്മളിപ്പോൾ 3 പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഹെഡിങ്. ഞാനിവിടെ നീം, നമുക്കിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നീം എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഇല്ലാത്തതാണ്, ഞാനത് ഇഗ്നോർ ചെയ്യുന്നു. ഈ രീതിയിൽ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ മീറ്റേഴ്സ്, US ഇംഗ്ലീഷ് പ്രകാരം മീറ്റേഴ്സ് METERS എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് UK ഇംഗ്ലീഷ് പ്രകാരം നമ്മൾ മീറ്റേഴ്സ് എന്നാണ് അടിക്കുന്നത്. നമുക്ക് ഇത് തന്നെ മതിയെങ്കിൽ ഇവിടെ ഇഗ്നോർ ഓൾ കൊടുക്കുക. അതുപോലെ ഇവിടെ നീം വന്നിട്ടുണ്ട്, ഞാനിവിടെ ഇഗ്നോർ ചെയ്യുന്നു. ഇവിടെ എല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ഇഗ്നോർ ഓൾ. ഇവിടെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതൊരു ഹെഡിങ് ആണ്. ഞാനിവിടെ ഇതിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കുകയാണ്, അല്പം ബോൾഡ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് അലൈൻമെൻറ്റ് കറക്റ്റാണ്, അതുപോലെ നമുക്ക് റൈറ്റും അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ അലൈൻമെൻറ്റ് മൊത്തം അതിൻ്റെ പാരഗ്രാഫ് സ്പെസിഫിക്കേഷൻസ് അടക്കം നമുക്ക് ഇവിടെ പാരഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇവിടെ അലൈൻമെൻറ്റ് ഇപ്പോൾ ലെഫ്റ്റ് ആണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റിഫൈ കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ ഇൻഡൻറ്റേഷൻ ലെഫ്റ്റ് 0, അതായത് ഇൻഡന്റ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇത് നമുക്ക് ലെഫ്റ്റ് ഇപ്പോൾ 0 ആണ് കിടക്കുന്നത്. അതായത് ഈ മാർജിൻ വിട്ടിട്ട് നമുക്ക് എത്ര പോയിന്റ് അല്ലെങ്കിൽ എത്ര ഇഞ്ചസ് വേണമെങ്കിലും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ലെഫ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൂട്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനൊരു 0.5 കൊടുക്കുന്നു. അതുപോലെ റൈറ്റ് ഇൻഡന്റ്, ഇതാണ് റൈറ്റ് ഇൻഡന്റ് എന്ന് പറയുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലെ വേണമെങ്കിൽ ഇൻഡന്റ് ഇതുപോലെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ സ്പെഷ്യൽ, ഇവിടെ നമുക്ക് നണ്ണാണ് കിടക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ലൈൻ ഹാങ്ങിങ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ലൈനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഓരോ എൻ്റർ അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സെലക്ഷനിൽ വന്നിരിക്കുന്ന എവിടെയെല്ലാം എൻ്റർ അടിച്ചിട്ടുണ്ടോ ആ എല്ലാ ലൈനുകളുടെയും സ്റ്റാർട്ടിംഗ് ലൈൻസ് നമ്മൾ ഈ പറയുന്ന എത്രയാണോ നമുക്ക് പോയിന്റ് നീക്കേണ്ടത് അല്ലെങ്കിൽ എത്ര ഇഞ്ചാണോ നമുക്ക് നീക്കേണ്ടത് അതനുസരിച്ചിട്ട് ഫസ്റ്റ് ലൈൻ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് 0.5 കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യൽ എന്നെഴുതിയ ഫസ്റ്റ് ലൈൻ 0.5 കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നും അര ഇഞ്ച് ഇങ്ങോട്ട് മാറുകയും അതിനുശേഷം ഈ ഫസ്റ്റ് ലൈൻ വരുന്ന നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഓരോ പാരാഗ്രാഫിന്റെയും ഫസ്റ്റ് ലൈൻ വീണ്ടും അവിടെ നിന്ന് അര ഇഞ്ച് മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ റിസൾട്ടിൽ നോക്കിയാൽ മനസ്സിലാകും ഇവിടെ നിന്നും അര ഇഞ്ച് മാറിയിരിക്കുന്നു. അതുപോലെ ഓരോ പാരാഗ്രാഫിന്റെയും ഫസ്റ്റ് ലൈൻ അര ഇഞ്ച് വീണ്ടും ഇവിടെ നിന്ന് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് അൺഡു ചെയ്യുന്നു. Ctrl Z. വീണ്ടും സെലക്ഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പാരാഗ്രാഫ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്പെഷ്യൽ എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഹാങ്ങിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഫസ്റ്റ് ലൈൻ, അതായത് എൻ്റർ അടിച്ചിരിക്കുന്ന സ്റ്റാർട്ടിംഗ് ലൈൻ അവിടെ നിന്നുകൊണ്ട് ബാക്കി എത്ര പോയിന്റ് ആണോ നമുക്ക് ഫോളോയിങ് വരുന്ന ലൈൻസ് മാറേണ്ടത് നമുക്ക് ഇവിടെ നിന്നും ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഡീഫോൾട്ട് ആയിട്ട് 0.5 വന്നിട്ടുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് 1 ഇഞ്ചാക്കി മാറ്റുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ലൈൻ മാത്രം ഇവിടെ നിൽക്കുകയും ബാക്കി വരുന്ന ഓരോ പാരാഗ്രാഫിന്റെയും കണ്ടിന്യൂസ് ലൈൻ 1 ഇഞ്ച് ഇവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ ഇത് അൺഡു ചെയ്യാണ്. Ctrl Z.
വീണ്ടും പാരഗ്രാഫ് ഓപ്ഷനിൽ വരിക, ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നെഴുതിയിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് പാരഗ്രാഫിന്റെ സ്പേസ്, ഓരോ പാരഗ്രാഫിന്റെ മുകളിലും സ്പേസ് കൊടുക്കാൻ സാധിക്കുന്നു, അതുപോലെ താഴെയും നമുക്ക് സ്പേസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നെഴുതിയിരിക്കുന്ന ബിഫോർ 0 കിടക്കുന്നത്. നമുക്കിവിടെ ആഫ്റ്റർ എന്നെഴുതിയ ഞാനിവിടെ 0 കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു സ്പേസ് തന്നിട്ടുണ്ട്. ഈ സ്പേസ് റിമൂവ് ആയി പോകുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പാരഗ്രാഫിനിടയിൽ സ്പേസ് ഒന്നും തന്നെ ഇല്ല. ഞാനിവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആഫ്റ്റർ എന്നെഴുതിയിരിക്കുന്ന ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 12 പോയിന്റ് സ്പേസ് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പാരഗ്രാഫിന്റെ ഇടയിലും 12 പോയിന്റ് സ്പേസ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വീണ്ടും ഞാനിവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ലൈൻ സ്പേസിംഗ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ലൈൻ സ്പേസ് കൊടുക്കാവുന്നതാണ്, കൂടാതെ 1.5 ലൈൻ കൊടുക്കാവുന്നതാണ്, ഡബിൾ ലൈൻ, ഇങ്ങനെ ആവശ്യാനുസരണം നമുക്ക് ലൈൻ സ്പേസിംഗ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഡബിൾ ലൈൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാരഗ്രാഫിലും വരുന്ന ലൈനുകളുടെ സ്പേസ് ഡബിൾ ലൈനായിട്ട് കൂടിയിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. വീണ്ടും പാരഗ്രാഫ് ഓപ്ഷനിൽ വരുന്നു. ഇവിടെ നമുക്ക് ഇതിന്റെ ലൈൻ സ്പേസിംഗ് ഇപ്പോൾ ഡബിൾ ആണ് കിടക്കുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം അതിന്റെ സ്പേസ് കൂട്ടണം എന്നിവിടെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സാക്ട്ലി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൂട്ടുവാനും അതുപോലെ കുറയ്ക്കുവാനും എല്ലാം സാധിക്കുന്നതാണ്. മറ്റ് സിംഗിൾ 1.5 ലൈൻ ഡബിൾ എന്നെല്ലാം പറയുന്നത് ഒരു ഡീഫോൾട്ട് സെറ്റിംഗ്സ് ആണ്. പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ ടാബ്സ്. നമ്മൾ ടാബ് വേണ്ടി സെറ്റ് ചെയ്യേണ്ടി വരികയാണ് സമയത്താണെങ്കിൽ നമുക്ക് ടാബ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഞാനിവിടെ അത് ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും ഇവിടെ ഓപ്ഷനിൽ വന്നുകൊണ്ട് നമുക്ക് സെറ്റ് ആസ് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന സെറ്റിംഗ്സ് ഇപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ റൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഈ രീതിയിലേക്ക് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന സമയത്തോ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിലായിരിക്കും അതിന്റെ പാരഗ്രാഫ് സെറ്റപ്പ് കിട്ടുന്നത്. ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ടേബിൾ ഇൻസെർട്ട് ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ടേബിൾ ഇൻസെർഷൻ കൊടുത്തത്. നമുക്കിനി ഇൻസെർട്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ടേബിൾ ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ആക്റ്റീവ് അല്ല, കാരണം നമ്മൾ ഇത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത് ആക്റ്റീവ് ആവാത്തത്. ഞാൻ ഇവിടെ സെലക്ഷൻ കളയുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ എൻ്റർ അടിക്കുക. അതിനുശേഷം നമുക്ക് ടേബിളിൽ വരിക. ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇൻസെർട്ട് ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കോളം അല്ലെങ്കിൽ എത്ര റോസ് നമുക്ക് ഇവിടെ വേണം എന്നുള്ളത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ആക്റ്റീവായി കൊടുക്കുകയോ അതല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ആവശ്യാനുസരണം യുക്തം പോലെ ചെയ്യുക. അതുപോലെ നമ്പർ ഓഫ് റോസ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ ഒരു 5 റോസ് കൊടുക്കുന്നു. അതുപോലെ ഫിക്സഡ് കോളം വിഡ്ത്ത് ഇതിവിടെ ഓട്ടോ ഉണ്ട്. അതുകൂടാതെ കോളം വിഡ്ത്ത് ഇവിടെ നിശ്ചയിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ഓട്ടോ തന്നെ കൊടുക്കുന്നു. അതുപോലെ ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് ഈ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ കണ്ടന്റിന് ആനുപാതികമായിട്ട് ആ ടേബിൾ ഓട്ടോ ഫിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഓട്ടോ ഫിറ്റ് ടു വിൻഡോ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ആ വിൻഡോയിലേക്ക് കറക്റ്റായിട്ട് ഓട്ടോ ഫിറ്റ് ആവുന്നതാണ്. ഞാനിവിടെ ഫിക്സഡ് കോളം വിഡ്ത്ത് കൊടുക്കുന്നു. നമുക്കിനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 8 കോളവും 5 റോയുമുള്ള ഒരു ടേബിൾ ഇൻസെർഷൻ ആവുന്നതാണ്. ഇവിടെ ടേബിൾ ഇൻസെർഷൻ ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ 8 കോളവും അതുപോലെ 5 റോസും നമുക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ നേരത്തെ കണ്ട മാതിരി നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് അതിന്റെ സ്റ്റൈലുകൾ മാറ്റാൻ സാധിക്കുന്നു. അതിന്റെ ലൈൻ സ്റ്റൈൽ ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. ഞാൻ വീണ്ടും ഇത് ലേഔട്ടിൽ വന്നതിന് ശേഷം ഡിലീറ്റ് എടുക്കുക, ഡിലീറ്റ് ടേബിൾ കൊടുക്കുന്നു. വീണ്ടും ഇൻസെർഷനിൽ വന്നുകൊണ്ട് നമുക്ക് ഇവിടെ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രോ ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ടേബിൾ വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. ഇവിടെ ആക്റ്റീവ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്പേസിലേക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് അതിന്റെ ബോർഡർ വരയ്ക്കുക, അതുപോലെ റോസും വരയ്ക്കാൻ സാധിക്കുന്നു. ഇവിടെ കോളത്തിന്റെ ആ ലൈൻ വരയ്ക്കുക. ഈ രീതിയിലേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് അൺഡു ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സൽ സ്പ്രെഡ്ഷീറ്റ്, നമ്മൾ എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലെ ഷീറ്റ് നമുക്ക് ഇവിടേക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഫംഗ്ഷൻസും ഫോർമുലാസും വേർഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസെർഷൻ ആവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എക്സൽ ഷീറ്റ് ഇവിടേക്ക് ഇൻസെർഷൻ ആയിട്ടുണ്ട്. ഇതിന്റെ പൊസിഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ എക്സൽ ഷീറ്റിന്റെ ഉപയോഗം വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് വേർഡിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഒരു പ്രോബ്ലം ചെയ്യുകയാണ്. ഞാനിവിടെ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് B3 എന്ന് പറയുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ B3 എന്ന് മനസ്സിലാക്കുന്നത് ബി എന്ന് പറയുന്ന കോളത്തിൽ 3ാമത്തെ റോയിൽ കാണുന്ന സെല്ല്, അതിന് നമ്മൾ B3 എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു വാല്യൂ കൊടുക്കുന്നു. വീണ്ടും ഞാൻ അടുത്തൊരു സെല്ല് സെലക്ട് ചെയ്യുന്നു, C6. ഇതിനകത്തേക്ക് ഞാൻ മറ്റൊരു വാല്യൂ ആഡ് ചെയ്യുന്നു. നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഈ ഒരു സെല്ലിലേക്ക് വരണമെങ്കിൽ അതിന് തന്നെ നമ്മൾ ഇസീക്വൽ ടു കൊടുക്കുക. ഇസീക്വൽ ടു പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എക്സലിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല ആഡ് ചെയ്യുന്ന സമയത്ത് ഇസീക്വൽ ടു കൊടുത്തുകൊണ്ടാണ് നമ്മൾ എൻട്രിങ് തുടങ്ങേണ്ടത്. ഞാനിവിടെ ഇസീക്വൽ ടു കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ B3 എന്ന് പറയുന്ന ഈ സെല്ലിൽ സെലക്ട് ചെയ്യുക. വീണ്ടും ഒരു പ്ലസ് സൈൻ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. B3 പ്ലസ് C6 ഈ രണ്ട് സെല്ലിലെ വാല്യൂസ് ആണ് നമുക്ക് കൂട്ടിയെടുക്കേണ്ടത്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ
ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള മെത്തഡുകളൊന്നും നമുക്ക് വേർഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ എക്സലിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തുകൊണ്ട് പേജിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ B3 എന്ന് പറയുന്ന സെല്ലും അതുപോലെ C6 എന്ന് പറയുന്ന സെല്ലും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഫോർമുല ബാറിൽ നമുക്ക് ഏതെല്ലാം സെല്ലുകളാണ് അതിന്റെ റെഫറൻസ് വന്നിരിക്കുന്നതെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ = കൊടുത്തുകൊണ്ട് 20 + 50, നമ്മൾ 20ഉം 50ഉം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഈ റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ വാല്യൂ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ടിലേക്ക് അത് വേരി ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് വേരി ചെയ്യുന്നതല്ല. നമുക്ക് നോക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ വാല്യൂ ഉയർത്തുകയാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതിന് ആനുപാതികമായിട്ട് തന്നെ നമുക്ക് റിസൾട്ടിൽ ഇവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേരിയേഷൻ കിട്ടുന്നതല്ല. കാരണം നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ റിസൾട്ട് കണ്ടിരിക്കുന്നത് രണ്ട് വാല്യൂആണ് എടുത്തിരിക്കുന്നത്, 20ഉം 50ഉം എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ റിസൾട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത് B3 + C6, അതായത് B3 എന്ന് പറയുന്ന സെൽ വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. B3യിൽ എന്ത് കണ്ടന്റ് വന്നാലും അതനുസരിച്ചിട്ട് ആനുപാതികമായിട്ട് നമുക്ക് റിസൾട്ടിലേക്ക് മാറ്റം വരുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ C6 എന്ന് പറയുന്ന സെൽ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്, ആ ഫിഗർ അല്ല. അതുപോലെ ഇവിടെ സിഗ്മ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പം റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു 2-3 വാല്യൂസ് എൻ്റർ ചെയ്യുന്നു. 12, 20, 80, 30. നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ടോട്ടൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് നമുക്ക് ഇവിടെ വരുന്നതാണ്. ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് സിഗ്മ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സം അതുപോലെ ആവറേജ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ഡിലീറ്റ് കളയുന്നു. വീണ്ടും ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആവറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ്, അതായത് ഈ F3 എന്ന് പറയുന്ന സെല്ല് തുടങ്ങി F6 വരെയുള്ള കോളത്തിൽ വരുന്ന സെല്ലുകൾ തമ്മിലുള്ള ആവറേജ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആവറേജ് കാണാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് എക്സലിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് വേർഡിലേക്ക് ടേബിളുകൾ ഇൻസെർഷൻ നടത്താവുന്നതാണ്. അതുപോലെ ഇതിനകത്തേക്ക് നമുക്ക് സെല്ലുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇൻസെർട്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഇൻസെർട്ട് സെൽസ് ഉണ്ട്, ഇൻസെർട്ട് ഷീറ്റ് റോസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിന്നിരുന്ന സെല്ലിന്റെ മുകളിലായിട്ട് ഒരു റോ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ ഇൻസെർട്ടിൽ വന്നുകൊണ്ട് നമുക്ക് ഷീറ്റ് നമുക്ക് കോളംസ് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അൺഡു ചെയ്യുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഡിലീറ്റ് സെല്ല്, ഡിലീറ്റ് ഷീറ്റ് റോസ്, ഡിലീറ്റ് ഷീറ്റ് കോളംസ്, ഡിലീറ്റ് ഷീറ്റ്. അതായത് ഒരു സെല്ല് മാത്രമാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് നമുക്ക് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് എടുക്കുന്നു. അതിനുശേഷം ഡിലീറ്റ് സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ്, അതായത് ഈ സെല്ല് പോവുകയും ഇപ്പുറത്തുള്ള സെല്ല് ഈ വശത്തേക്ക് ആഡ് ചെയ്ത് വരും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഷിഫ്റ്റ് സെൽസ് അപ്പ് ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ സെല്ല് റിമൂവ് ആയി പോവുകയും അടുത്ത സെല്ല് മുകളിലേക്ക് ഇവിടെ നിന്ന് കയറി വരുന്നതായിട്ടും ചെയ്യും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എൻ്റയർ റോ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 7ാമത്തെ റോ മൊത്തത്തിലായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതുപോലെ എൻ്റയർ കോളം ഇതാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഇവിടെ കാണുന്ന F എന്ന് പറയുന്ന കോളം മൊത്തത്തിൽ നമുക്ക് റിമൂവ് ആയി പോകുന്നതാണ്. ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഫോർമാറ്റിംഗ് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റോയുടെ ഹൈറ്റ് കൂട്ടാൻ സാധിക്കുന്നു. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സെല്ലിന്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു 35 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന റോയുടെ ഹൈറ്റ് വ്യത്യാസം വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോ ഫിറ്റ് റോ ഹൈറ്റ്, ആ കണ്ടന്റിന്റെ ഹൈറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആ കണ്ടന്റിന് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന്റെ ഹൈറ്റ് റീഅറേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അത്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കോളം വിഡ്ത്ത്, ഇതിന്റെ ഈ കോളത്തിന്റെ വീതി വ്യത്യാസപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഞാനൊരു 25 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വീതി വ്യത്യാസം വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമുക്ക് ഇത് തന്നെ ഇവിടെ ഈ ടോപ്പ് ഹെഡറിൽ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ നമ്മുടെ മൗസ് പോയിന്ററിന്റെ ഐക്കൺ മാറുന്നതാണ്. ഈ രീതിയിൽ വരുമ്പോൾ ഒരു പ്ലസ് പോലെ വന്നിരിക്കുന്ന സമയത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന്റെ വിഡ്ത്ത് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന്റെ വിഡ്ത്ത് കൂടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഹൈറ്റ്, ഇനി റോയുടെ ഹൈറ്റ് കൂട്ടാൻ സാധിക്കുന്നു, കുറയ്ക്കാനും എല്ലാം സാധിക്കുന്നതാണ്. എക്സലിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിജിറ്റൽ മീഡിയയുടെ വെർച്വൽ ടീച്ചർ എക്സൽ 2013 എന്ന ടൈറ്റിൽ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. ഈ ടേബിൾ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ക്വിക്ക് ടേബിൾ. നമുക്ക് ഇവിടെ ക്വിക്ക് ടേബിൾ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ഒരു കലണ്ടർ മോഡിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസംബർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വിക്ക് ടേബിൾ ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ലേഔട്ടിൽ വന്ന് ഇതും ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതിന്റെ മോഡിഫിക്കേഷൻസ് എല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഞാനിവിടെ ഡിലീറ്റ് ടേബിൾ കൊടുക്കുന്നു. ഈ രീതിയിൽ നമുക്ക് ടേബിളുകൾ വളരെ ഫലപ്രദമായി തന്നെ വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള കലണ്ടർ മോഡലുകളുണ്ട്. അതുപോലെ ഡബിൾ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്.
ഗ്രീക്ക് ആൽഫബറ്റ്സ്, ഇങ്ങനെ ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് പേജിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിത് എളുപ്പം സെലക്ട് ചെയ്ത് കണ്ടന്റ് ഡിലീറ്റ് കളയണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സെലക്ഷൻ ആവുന്നതാണ്. വീണ്ടും നമ്മൾ കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കണ്ടന്റ് ഫുള്ളായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ടേബിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ലേഔട്ടിൽ വരിക, ഇവിടെ ഡിലീറ്റ് ടേബിൾ. ഇനി നമുക്ക് ഇൻസെർട്ടിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് കവർ പേജ് ഒക്കെ ഇൻസെർട്ട് ചെയ്യാനായിട്ട് പ്രൊജക്ട് വർക്കുകളോ അതല്ലെങ്കിൽ മറ്റ് ബുക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കവർ പേജ് എല്ലാം ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ പേജിലേക്ക് കവർ പേജ് ഇൻസെർട്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഡിസൈനിലുള്ള കവർ പേജുകൾ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഇത് സ്ക്രോൾ ചെയ്യണമെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് ഒട്ടനവധി കവർ പേജുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള കവർ പേജുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻസെർഷൻ ആവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് പുതിയൊരു പേജിലേക്ക് ഫ്രണ്ട് പേജായിട്ട് നമുക്ക് ഇൻസെർഷൻ ആവുന്നതാണ്. അതനുസരിച്ചിട്ട് നമ്മൾ നിന്നിരുന്ന പേജ് രണ്ടാമത്തെ പേജായിട്ട് മാറുന്നതാണ്. ഇവിടെ നമുക്ക് അതിന്റെ ഒരു ടെംപ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇയർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇയർ പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ 2012 കിടക്കുന്നത്. നമുക്ക് ടുഡേ കൊടുക്കുകയാണെങ്കിൽ 2015 വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റൈലിലേക്ക് അത് അപ്ലൈ ആവുന്നു. അതുപോലെ ഡോക്യുമെന്റ് ടൈറ്റിൽ, നമുക്ക് എന്താണോ ടൈറ്റിൽ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിലേക്ക് ടൈപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽസ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഡിജിറ്റൽ മീഡിയ ഇനി നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ ഡോക്യുമെന്റ് സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡോക്യുമെന്റ് സബ് ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. വെർച്വൽ ടീച്ചർ, അതുപോലെ ഇവിടെ കമ്പനി നെയിം ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. ഡിജിറ്റൽ മീഡിയ ഈ ഒരു സ്റ്റൈലിലേക്ക് അതിന്റെ കളർ ഫോമെല്ലാം നമുക്ക് അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നു. കമ്പനി അഡ്രസ്സ് എറണാകുളം. ഈ രീതിയിലേക്ക് നമുക്ക് വളരെ ഭംഗിയുള്ള കവർ പേജുകൾ ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിനകത്തേക്ക് നമുക്ക് കളർ മോഡിഫിക്കേഷൻസ് വല്ലതും വേണമെങ്കിൽ അതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ വരിക. ഇവിടെ നമുക്ക് ഷേപ്പ് ഫിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം അതിന്റെ ഫിൽ കളറോ അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡിയൻസോ ഔട്ട്ലൈൻ കളറോ എല്ലാം തന്നെ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകളിലേക്ക് അത് മാറ്റാൻ സാധിക്കുന്നു. അതുപോലെ ഫോണ്ടിന്റെ കളർ നമുക്ക് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ തന്നെ മനോഹരമായി തന്നെ നമുക്ക് കവർ പേജുകൾ ഇൻസെർട്ട് ചെയ്തുകൊണ്ട് ഡിസൈൻ ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ വൈറ്റ് കളറിലാണ് കിടക്കുന്നത്. നമുക്കിവിടെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഈ ഷേപ്പ് ഫിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു കളറിലേക്ക് ഇത് മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാനൊരു കളർ ഇവിടെ നിന്നും പിക്ക് ചെയ്യുന്നു. ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് എളുപ്പ വഴിയിൽ കവർ പേജുകൾ ഇൻസെർട്ട് ചെയ്ത് ആ പേജിന് അല്ലെങ്കിൽ ആ ബുക്കിന് നല്ലൊരു ഭംഗി വരുത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് സൂം ഔട്ട് ചെയ്തുകൊണ്ട് നമുക്കത് ഫുൾ വ്യൂയിലേക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും നമ്മളുടെ കവർ പേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ പേജ് ഇവിടെ രണ്ടാമതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ കവർ പേജിനും അതുപോലെ ഡിസ്ക്രിപ്ഷൻ എന്നെഴുതിയിരിക്കുന്ന ഈ പേജിനും ഇടയിലായിട്ട് മറ്റൊരു പേജ് ആവശ്യമായി വരുന്ന സമയത്ത് അത് നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇൻസെർട്ട് എന്ന് പറയുന്ന മെനുവിൽ വരിക. അതിനുശേഷം ബ്ലാങ്ക് പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പേജിന് ശേഷം ഒരു എംപ്റ്റി പേജ് ഇൻസെർഷൻ ആവുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു എംപ്റ്റി പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനോ അതല്ലെങ്കിൽ ഒബ്ജക്ട്സുകൾ ഇൻസെർട്ട് ചെയ്യാനോ എല്ലാം സാധിക്കുന്നതാണ്. ബ്ലാങ്ക് പേജ് ഇൻസെർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടന്റിന്റെ ഇടയിൽ വെച്ചിട്ട് അതല്ലെങ്കിൽ പാരഗ്രാഫിന് ഇടയിൽ വെച്ചിട്ട് നമുക്ക് പേജ് ബ്രേക്ക് ചെയ്യാൻ വേർഡ് അനുവദിക്കുന്നുണ്ട്. ഞാനിവിടെ സൂം ഇൻ ചെയ്യുന്നു. നമുക്കിവിടെ ദി ഓപ്പോസിറ്റ് എന്നെഴുതിയിരിക്കുന്ന പാരഗ്രാഫ് മുതൽ അടുത്ത ഒരു പേജിലേക്കാണ് അത് പോവേണ്ടത് എന്ന് വരികിൽ നമുക്കിവിടെ ഇൻസെർട്ട് എന്ന് പറയുന്ന ടാബിൽ തന്നെ വരിക. അതിനുശേഷം ഇവിടെ പേജ് ബ്രേക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കഴ്സർ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്തൂടെയുള്ള കണ്ടന്റ് മുഴുവനായിട്ട് അടുത്ത പേജിലേക്ക് മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ദി ഓപ്പോസിറ്റ് അടുത്ത പേജിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ പേജിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ പാരഗ്രാഫ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഈ സോഫ്റ്റ്വെയറിന്റെ ചുവട്ടിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് പേജ് 2 of 5, അതായത് മൊത്തം 5 പേജിൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ പേജിലാണ് നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പേജ് 3 of 5 മൂന്നാമത്തെ പേജിലാണ് നിൽക്കുന്നത്. ഈ രീതിയിലേക്ക് നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാലാമത്തെ പേജിലാണ് നിൽക്കുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ 295 വേർഡ്സ് അത്തരം വേർഡ്സ് നമുക്കിവിടെ ഉണ്ട് എന്നീ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നതാണ്.
ടേബിളുകൾ ഇൻസെർട്ട് ചെയ്തപോലെ തന്നെ നമുക്ക് ഇനി പിക്ചേഴ്സ് നമ്മുടെ പേജിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ലൈബ്രറി, അതായത് നമ്മളൊരു ഇൻസെർട്ട് പിക്ചർ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇതിനകത്ത് പിക്ചർ ലൈബ്രറി, അതായത് നമ്മൾ ലൈബ്രറീസിൽ പിക്ചേഴ്സ്, മൈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ് നിൽക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോ ഐറ്റംസ് മാച്ച് യുവർ സെർച്ച് എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഒരു ഇമേജും കാണുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇ എന്ന് പറയുന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രമോദ് എന്ന് പറയുന്ന ഈ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ പിക്ചേഴ്സ് എവിടെയാണ് കിടക്കുന്നത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനിവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ റൊമാൻറ്റിക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചേഴ്സ് ഫോൾഡറാണത്. ഇവിടെ നിന്നും ആവശ്യമുള്ള ഇമേജുകൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ ഇൻസെർട്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പേജിലേക്ക് ആ ഇമേജ് ഇൻസെർഷൻ ആയിട്ടുണ്ട്. ഇവിടെ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അതായത് ഇൻലൈൻ ടെക്സ്റ്റ് വിത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് അത് നിൽക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. പിക്ചർ ടൂൾസിൽ ഫോർമാറ്റ്, അതായത് നമ്മൾ ടേബിൾ നേരത്തെ എടുത്തപ്പോൾ ടേബിൾ ഫോർമാറ്റ് ഓപ്ഷൻ കിട്ടിയതുപോലെ തന്നെ നമുക്ക് പിക്ചർ ഫോർമാറ്റ് ഓപ്ഷൻസും ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിന്റെ അകത്ത് ടെക്സ്റ്റ് റാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഇതിന്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പേജിലേക്ക് പിക്ചർ ഇൻസെർട്ട് ചെയ്യുമ്പോൾ തന്നെ ഐക്കൺ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് ഓപ്ഷൻസ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ് റാപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇൻലൈൻ ടെക്സ്റ്റ് വിത്ത് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് മറ്റൊരു പേജിലേക്ക് അതിന് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വലിയൊരു ഇമേജ് ആണത്. ഇത് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇമേജ് പേസ്റ്റ് ആവുന്നതോടൊപ്പം തന്നെ അതൊരു സെലക്ഷനിലായിരിക്കും വരുന്നത്. ഇതിന് 8 ആങ്കർ പോയിന്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ചൂട്ടിൽ 3 എണ്ണം, അതുപോലെ ടോപ്പിൽ 3 എണ്ണം, അതുപോലെ സൈഡിലും ലെഫ്റ്റ് റൈറ്റ് എന്നീ സ്ഥലത്തെല്ലാം തന്നെ നമുക്ക് ഒരു ആങ്കർ പോയിന്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു ഇമേജ് ചെറുതാക്കുമ്പോൾ സൈഡിൽ പിടിച്ച് ചെറുതാക്കുന്നതിന് പകരം കോർണറിൽ പിടിച്ച് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രൊപ്പോർഷനായിട്ട് തന്നെ ആ ഇമേജ് ചെറുതാവുകയും അതോടൊപ്പം തന്നെ വലുതാവുകയും ചെയ്യുന്നതാണ്. ആ രീതിയിൽ തന്നെ വേണം നമ്മൾ ഇമേജുകൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത്. ഞാനിവിടെ പിടിച്ച് ചെറുതാക്കുന്നു. ഇപ്പോൾ ഇമേജ് ഇവിടെ ചെറുതായിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റൊട്ടേഷൻ സാധ്യമാകുന്നതാണ്. നമുക്ക് ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലെല്ലാം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു, കൺട്രോൾ സെറ്റ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇമേജ് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമേജ് കിടക്കുന്നത് എവിടെയാണെന്നുള്ള ആ ഫോൾഡർ നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനിയിപ്പോൾ ഞാനിത് ഡിലീറ്റ് കളയാണ്. ഇവിടെ സെലക്ഷൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇമേജ് ഡിലീറ്റ് ആയി പോകുന്നതാണ്. നമുക്ക് വീണ്ടും ഞാനിവിടെ ഇൻസെർട്ട് എന്ന് പറയുന്ന മെനുവിൽ തന്നെ വന്നുകൊണ്ട് പിക്ചേഴ്സ് എടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഇമേജുകൾ നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ മോഡൽ എന്ന് പറയുന്ന ഒരു ഇമേജ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് ഇമേജ് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടേക്ക് ആ ഇമേജ് വന്നിട്ടുണ്ട്. ഇതും ഇവിടെ ഇൻലൈൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ സ്ക്വയർ അതുപോലെ ടൈറ്റ് എന്നീ രീതിയിലുള്ള ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അത് ഒരു പേജിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അല്പം ഇത് സൂം ഔട്ട് ചെയ്യുന്നു. ഈ ഇമേജ് നമുക്ക് കോർണറിൽ പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് വിടാതെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ചെറുതായി വരുന്നതാണ്. ഇപ്പോൾ സ്ക്വയർ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഇമേജ് നിൽക്കുന്ന പൊസിഷൻ, അതായത് നമ്മൾ ഇമേജ് മാറുന്ന മാറ്ററിന്റെ അകത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിലേക്ക് ആ ലെറ്റേഴ്സ് എല്ലാം മാറി ഇമേജ് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ വ്യത്യാസം മനസ്സിലാക്കുന്ന വേണ്ടി ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇൻലൈൻ ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കും ആ ഇമേജ് ഇവിടെ വിസിബിൾ ആയിട്ട് വരുന്നത്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടൈറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ മാറ്റർ കുറച്ചും കൂടി ആ ഇമേജിന് അടുത്തേക്ക് ടൈറ്റ് ആയിട്ട് വരും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ത്രൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ത്രൂ ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടം ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇമേജിന്റെ മുകളിലും താഴത്തും മാത്രമായിരിക്കും മാറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വീണ്ടും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബിഹൈൻഡ് ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിന്റെ പിറകിലേക്ക് ഈ ഇമേജ് ഇവിടെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ബിഹൈൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഞാനിവിടെ ഫോർമാറ്റിൽ വരുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് റാപ്പ് പോയിന്റ്സ് അതുപോലെ ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിന്റെ മീതെ ആയിരിക്കും ആ ഇമേജ് വന്ന് കിടക്കുന്നത്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
എഡിറ്റ് റാപ്പ് പോയിന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റാപ്പ് പോയിന്റുകൾ, ഇതിന് 4 പോയിന്റുകൾ ഇവിടെ വരുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ റാപ്പ് പോയിന്റ് കൂട്ടുവാനും അതുപോലെ കുറയ്ക്കുവാനും എല്ലാം സാധിക്കുന്നതാണ്. അതായത് നമ്മളിങ്ങനെ കുറയ്ക്കുന്നതനുസരിച്ചിട്ട് ആ മാറ്റർ ഇതിന്റെ മീതേക്ക് കയറി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മാറ്റുന്നതനുസരിച്ചിട്ട് മാറ്റർ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ നിന്നും അകന്നു പോകുന്നത്. ഈ രീതിയിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അൺഡു ചെയ്യുന്നു. ഇങ്ങനെ റാപ്പ് പോയിന്റ്സ് എഡിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് മൂവ് വിത്ത് ടെക്സ്റ്റ് മൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ആക്റ്റീവ് ആയതുകൊണ്ട് ടെക്സ്റ്റ് മൂവ് ആവുന്നതാണ്. അതുപോലെ ഫിക്സ് പൊസിഷൻ ഓൺ പേജിന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ മോർ ലേഔട്ട് ഓപ്ഷൻസ് എല്ലാം ലഭ്യമാണ്. ഞാനിവിടെ സ്ക്വയർ തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് ആ മാറ്റർ ഇതിന് സ്ക്വയർ ആയിട്ടായിരിക്കും സെറ്റായി വരുന്നത്. ഇതല്പം ചെറുതാക്കുക. ഇപ്പോൾ സ്ക്വയർ ടൈപ്പിലേക്ക് മാറ്റർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇമേജിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ 100 ആക്കുന്നു. ഇനി നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ ഇമേജ് വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ ഈ വയലറ്റ് ഷെയ്ഡിലുള്ള അത്തരം പോർഷൻസ് നമുക്ക് ഇമേജിൽ നിന്ന് റിമൂവ് ആയി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു 4 രീതിയിൽ ഓപ്ഷൻസ് വരുന്നതാണ്. മാർക്ക് ഏരിയസ് ടു കീപ്പ്, മാർക്ക് ഏരിയസ് ടു റിമൂവ്, ഡിലീറ്റ് മാർക്ക്, അതുപോലെ ഡിസ്കാർഡ് ഓൾ ചേഞ്ചസ്, കീപ് ചേഞ്ചസ്. നമുക്കിപ്പോൾ മാർക്ക് ഏരിയാസ് ടു കീപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആ സെലക്ഷൻ അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഏരിയയിൽ നിന്നും ആവശ്യമുള്ളത് കൂടി നമുക്ക് വീണ്ടും റിവൈവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. ഇവിടെ മാർക്ക് ഏരിയാസ് ടു റിമൂവ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻസ് നമുക്ക് സെലക്ഷനിൽ വരാത്ത ഭാഗം കൂടി നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഡിലീറ്റ് മാർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കുകൾ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെലക്ഷൻ വീണ്ടും അവിടെ നിന്ന് നമുക്ക് റിവൈവ് ചെയ്ത് കിട്ടുന്ന രീതിയിലേക്ക് വരുന്നു. വീണ്ടും ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആ മാർക്ക് അവിടെ നഷ്ടപ്പെടുന്നതാണ്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തു. അങ്ങനെ ആ മാർക്കുകൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൈനസ് മാർക്കുകളും പ്ലസ് മാർക്കുകളും നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തരുന്നുണ്ട്. ഞാൻ വീണ്ടും ഇവിടെ മാർക്ക് ഏരിയാസ് ടു റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും കൂടി സെലക്ഷൻ വരേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതനുസരിച്ച് അവിടേക്ക് ആ ഒരു ഗ്രേ കളറിലുള്ള പോർഷൻസ് കൂടി നമുക്ക് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. ഈ രീതിയിലേക്ക് നമുക്ക് സെലക്ഷൻ ആവാത്ത ഭാഗങ്ങൾ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡിസ്കാർഡ് ഓൾ ചേഞ്ചസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോകുന്നതല്ല, പക്ഷെ കീപ് ചേഞ്ചസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ വയലറ്റ് ഷെയ്ഡ് ഇവിടെ നിന്നും റിമൂവ് ആയി പോകുന്നതാണ്. നമുക്ക് ആ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിലേക്ക് മാറി ആ ഇമേജിൽ നിന്ന് മറ്റുള്ള ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം തന്നെ റിമൂവ് ആയി പോകുന്നതാണ്. നമ്മൾ സാധാരണ മറ്റ് ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറുകളെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വേർഡിന്റെ അല്ലെങ്കിൽ ഓഫീസ് പാക്കേജിന്റെ ലേറ്റസ്റ്റ് വെർഷനുകളിൽ ഇങ്ങനെയുള്ള കുറേയും കൂടി അഡ്വാൻസ് ഓപ്ഷൻസ് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെയധികം ഗുണകരമായി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിതിവിടെ അൺഡു ചെയ്യുകയാണ്. വീണ്ടും നമ്മളിവിടെ ഫോർമാറ്റിൽ വരിക. ഇനി വരുന്ന കറക്ഷൻസ് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ബ്രൈറ്റ്നെസ് അതുപോലെ കോൺട്രാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷാർപ്പൻ അതുപോലെ സോഫ്റ്റൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജിലേക്ക് ഷാർപ്പാക്കാനും അതുപോലെ സോഫ്റ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഇമേജിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ ബ്രൈറ്റ്നെസ് നമുക്ക് കുറയ്ക്കുവാനും, ചില ഇമേജുകൾ ചിലപ്പോൾ ബ്രൈറ്റ്നെസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചില ഇമേജുകൾക്ക് ബ്രൈറ്റ്നെസ് കുറവാണെങ്കിൽ അത് കൂട്ടുവാൻ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ബ്രൈറ്റ്നെസ്സോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റോ എന്ത് എഫക്റ്റും ആയിക്കോട്ടെ ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പടം ഇൻസെർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കളർ ഡെപ്ത് അല്ലെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നെസ് അതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ലഭിക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് കളർ ഡെപ്തുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ സാച്ചുറേഷൻസ്, കളർ ടോൺ, അതുപോലെ റീകളറിംഗ് എന്നീ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കളർ സാച്ചുറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാച്ചുറേഷൻ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലേക്ക് നമുക്ക് ഇമേജുകൾ വളരെ മനോഹരമാക്കി തന്നെ അതിന്റെ കോൺട്രാസ്റ്റ് എല്ലാം നിലനിർത്തിക്കൊണ്ട് സാച്ചുറേറ്റ് ചെയ്തെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ കളർ ടോണുകൾ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നു. അതിന്റെ റീകളറിംഗ് ഓപ്ഷൻസ് വേണ്ട രീതിയിൽ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഇമേജ് ഈ രീതിയിലേക്കൊരു ബ്ലൂയിഷ് മോഡിലേക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്കോ എല്ലാം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ അൺഡു ചെയ്യുന്നു.
അതുപോലെ ആർട്ടിസ്റ്റിക് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എഫക്റ്റുകൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് നൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് നിൽക്കുന്നത്. വീണ്ടും ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഇമേജിലേക്ക് ചെറിയൊരു മാർക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ഈ ഇമേജ് പ്രത്യേകം നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അതിനകത്തേക്ക് ഒരു എഫക്റ്റ് ജനറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെൻസിൽ ഗ്രേ സ്കെയിൽ, പെൻസിൽ കൊണ്ട് നമ്മൾ ഗ്രേ സ്കെയിൽ മോഡലിൽ വരയ്ക്കുന്ന പോലെ നമുക്ക് ആ ഒരു എഫക്റ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെൻസിൽ സ്കെച്ച്, അതുപോലെ മറ്റ് ലൈൻ ഡ്രോയിങ്, ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ബ്ലറിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റ് ഈ രീതിയിലേക്ക് നമുക്ക് വളരെ മനോഹരമായി തന്നെ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് കംപ്രസ് പിക്ചേഴ്സ്. നമുക്ക് പിക്ചർ, ഈ ഡോക്യുമെന്റിലുള്ള പിക്ചർ നമുക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കംപ്രസ് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതിനകത്ത് കംപ്രഷൻ ഓപ്ഷൻസ്, അപ്ലൈ ഓൺലി ടു ദിസ് പിക്ചർ, ഇത് നമ്മൾ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഈ ഇമേജിൽ അല്ലെങ്കിൽ ഈ പിക്ചറിന് മാത്രമായിരിക്കും നമുക്കിത് കംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡിലീറ്റ് ക്രോപ്ഡ് ഏരിയാസ് ഓഫ് പിക്ചേഴ്സ്, ഇത് നമ്മൾ ഇനാക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്തിരിക്കുന്ന ഏരിയാസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതല്ല. ഞാനിവിടെ ഇത് ആക്റ്റീവ് ആക്കുന്നു. അതുകൊണ്ട് ക്രോപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ നമുക്ക് അതിനകത്തേക്ക് ഡിലീറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അപ്ലൈ ഓൺലി ടു ദിസ് പിക്ചർ, നമുക്ക് ഈ പിക്ചറിൽ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ ടാർഗറ്റ് ഔട്ട്പുട്ട്, നമുക്ക് അതിന്റെ റെസൊല്യൂഷൻ, ഇപ്പോൾ ഇവിടെ പ്രിന്റ് 220 ppi, അതിന്റെ ടാർഗറ്റ് ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് ഇതാണ് കൊടുക്കുന്നതെങ്കിൽ 220 പിക്സൽസ് പെർ ഇഞ്ചസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സലന്റ് ക്വാളിറ്റി ഓൺ മോസ്റ്റ് പ്രിന്റേഴ്സ്, പ്രിന്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് തരുന്നതാണ്. അതുപോലെ സ്ക്രീൻ 150 ppi, ഗുഡ് ഫോർ വെബ് പേജസ് ആൻഡ് പ്രൊജക്ടേഴ്സ്, നമ്മൾ വാളിലേക്കെല്ലാം പ്രൊജക്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വെബ് പേജ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റെസൊല്യൂഷൻ കൊടുത്താൽ മതിയാവുന്നതാണ്. അതുപോലെ ഇമെയിൽ പർപ്പസിനാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡോക്യുമെന്റ് സൈസ് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ സൈസ് കുറഞ്ഞുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഓപ്ഷൻ കിടക്കുന്നതെങ്കിൽ യൂസ് ഡോക്യുമെന്റ് റെസൊല്യൂഷൻ, അതായത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഡോക്യുമെന്റ് റെസൊല്യൂഷൻ കീപ്പ് ചെയ്യണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. അതുപോലെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ചേഞ്ച് പിക്ചർ. ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പിക്ചർ മാറി അതിന്റെ പൊസിഷനിലേക്ക്, അതേ അളവിലേക്ക് തന്നെ മറ്റ് ഏത് പിക്ചറാണോ നമ്മൾ സെലക്ട് ചെയ്ത് ഇൻസർട്ട് ചെയ്യുന്നത് ആ പിക്ചർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ യു നീഡ് ആൻ ഇന്റർനെറ്റ് കണക്ഷൻ ടു ഇൻസർട്ട് ഓൺലൈൻ പിക്ചേഴ്സ്, ഓൺലൈൻ പിക്ചർ വേണമെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഇവിടെ ആവശ്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ വൈൽ യു ആർ ഓഫ്ലൈൻ, നമ്മൾ ഓഫ്ലൈനിലാണെങ്കിൽ യു ക്യാൻ ഇൻസർട്ട് പിക്ചേഴ്സ് ഫ്രം യുവർ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലുള്ള ഇമേജുകൾ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ സിഡിയിൽ നിന്നും ഇമേജുകൾ ഇൻസർട്ട് ചെയ്യാൻ സാധിക്കുന്നു. മറ്റ് മീഡിയകളിൽ നിന്നും നമുക്ക് ഇമേജുകൾ ഇൻസർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വർക്ക് ഓഫ്ലൈൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് മോഡലിലാണ് ഞാനിപ്പോൾ ഇൻസർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇഷാ തൽവാർ എന്ന് പറയുന്ന ഈ ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഇവിടെ ഇൻസർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞ ഇമേജ് ഇരുന്നിരുന്ന സ്ഥാനത്ത് അതേ പൊസിഷനിൽ അതേ അളവിലായിട്ട് മറ്റൊരു ഇമേജ് ഇൻസർഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഇമേജുകൾ മാറ്റി മാറ്റി അതേ പൊസിഷനിലേക്ക് തന്നെ നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ വീണ്ടും ഇവിടെ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എഫക്റ്റുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കളർ ചേഞ്ചസോ അതിന്റെ ബ്രൈറ്റ്നെസ്സോ കോൺട്രാസ്റ്റ്